ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ഡെലിവറി സ്റ്റോറിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. എൻ്റെ മൈ ബേബി ഈ ഭൂമിയിലേക്ക് വന്ന ആ ഒരു ദിവസത്തെ ഓർമ്മ, ആ കിറ്റിൽ 2 ലൈൻ തെളിഞ്ഞ് വന്ന ആ ഒരു മൊമെൻ്റ് ഉണ്ട്. അങ്ങനെ ആ ലൈൻ ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന ആ ഒരു സമയത്ത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ കൂടെ എൻ്റെ പാർട്ട്ണർ ഉണ്ടായിരുന്നില്ല. ലീവ് കഴിഞ്ഞ് ജോലി സ്ഥലത്തേക്ക് തിരിച്ച് പോയതാണ്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഇത്. അപ്പോൾ എനിക്ക് ഈ ലൈൻ തെളിഞ്ഞ് വരുമ്പോൾ ഞാൻ എന്താ പറയുക, ചിരിക്കുന്നതിന് പകരം ഞാൻ കരയാണ് ചെയ്തത്. സന്തോഷിക്കുന്നതിന് പകരം സങ്കടപ്പെടുകയാണ് ചെയ്തത്. കാരണം ഞാൻ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നുള്ളതായിരുന്നു എൻ്റെ വിഷമം എന്ന് പറയുന്നത്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രഗ്നൻസി, മദർഹുഡ്, ഡെലിവറി എന്നൊക്കെ പറയുന്നതിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല. എൻ്റെ ഇമാജിനേഷനിലും വിഷ്വലൈസേഷനിലും ഒക്കെ എപ്പോഴും എൻ്റെ പാർട്ട്ണറും കൂടെ ഉണ്ട്. അച്ഛനും അമ്മയും കൂടി ചേർന്ന് ഒരു കുഞ്ഞിനെ വെൽക്കം ചെയ്യുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ ഫുൾ എൻ്റെ ചിന്തകളിൽ അങ്ങനെയായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് ഈ 2 ലൈൻ തെളിഞ്ഞു വരുന്ന ആ ഒരു നിമിഷം അത് കാണാൻ ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ ഡോക്ടറെ കാണിക്കുന്നു, അതിൻ്റെ മെഡിസിൻസ് എടുക്കുന്നു, അതങ്ങനെ ആ ഒരു രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ളതായിരുന്നു എൻ്റെ ഇത്. എനിക്ക് പാർട്ട്ണർ എൻ്റെ കൂടെ ഇല്ല എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, ഏറ്റവും വലിയ വിഷമവും, ഏറ്റവും വലിയ ഡിഫിക്കൽട്ടി എല്ലാം അത് തന്നെയായിരുന്നു. എൻ്റെ ആ പ്രഗ്നൻസി ത്രൂ ഔട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതിൽ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത് ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ളതായിരുന്നു. ഇത് കേൾക്കുന്ന എത്ര പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്ക് വോമിറ്റിംഗ്, നല്ല രീതിക്ക് വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. എനിക്ക് ഒരു സ്മെല്ല് പറ്റില്ല. പെർഫ്യൂം, സോപ്പ്, പൗഡർ, ഒരു സാധനത്തിൻ്റെ സ്മെല്ല് എനിക്ക് പറ്റില്ല. അത് അടുത്ത് കൂടി പോയാൽ ഞാൻ വോമിറ്റ് ചെയ്യും. അപ്പോൾ ഈ മോയ്സ്ചറൈസർ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് എനിക്കതൊന്നും യൂസ് ചെയ്യാൻ പറ്റാതെയായി. അപ്പോൾ നിവൃത്തിയില്ല. നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയാലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല, ഒഴിവാക്കുകയല്ലാതെ പറ്റില്ല. പിന്നെ ഫുഡ് പലതിൻ്റെയും സ്മെല്ല് പറ്റില്ല, ടേസ്റ്റ് പറ്റില്ല. അങ്ങനെ വോമിറ്റിങ്ങിൻ്റെ അയ്യരുകളി എന്നൊക്കെ പറയില്ല, അതുപോലെ. അപ്പോൾ എനിക്ക് ഓർമ്മയുള്ളത് എന്താ പറയുക, എൻ്റെ മദറിലും എനിക്ക് നെല്ലിക്ക ഉപ്പിലിട്ടത് ഉണ്ടാക്കി തന്നു. അതിങ്ങനെ ആരോ പറഞ്ഞു കൊടുത്തതാണ്. അതായത് നമ്മൾ രാവിലെ അത് കഴിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വോമിറ്റിംഗ് വരുമ്പോൾ അത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് വോമിറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ എനിക്ക് നെല്ലിക്ക ഉപ്പിലിട്ടത് അവിടെ വെച്ചിട്ടുണ്ട്. അത് തീരുന്നതിനനുസരിച്ച് ഫില്ല് ചെയ്ത് തരും. അപ്പം എനിക്ക് അതായിരുന്നു ആകെയുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ആ നെല്ലിക്ക കഴിക്കും, അല്ലെങ്കിൽ ആ നെല്ലിക്ക ഉപ്പിലിട്ടതിൻ്റെ വെള്ളം കുറച്ച് ടേസ്റ്റ് ചെയ്യും. അത് വെച്ചിട്ട് എൻ്റെ വോമിറ്റിങ്ങിനെ ഞാൻ എങ്ങനെയെങ്കിലും വോമിറ്റ് ചെയ്യാതെ ഞാനങ്ങനെ പിടിച്ച് നിൽക്കും. ചില നേരത്തെ വോമിറ്റ് ചെയ്തും പോകും. എന്നാലും ഒരു ആശ്വാസം എന്ന് പറയുന്നത് ആ അതിലായിരുന്നു, ഉപ്പിലിട്ട നെല്ലിക്കയിലായിരുന്നു ഞാൻ ആശ്വാസം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇളനീർ വെള്ളം അത് കുടിച്ചാൽ ഞാൻ വോമിറ്റ് ചെയ്യാറില്ല. അത് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ക്ഷീണത്തിന് ആശ്വാസം ഉണ്ടാവും. അപ്പോൾ അവിടെയും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാർട്ണർ കൂടെ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്കത് വേണമെന്ന് തോന്നുന്ന സമയങ്ങളിലെല്ലാം എനിക്കിത് വേണമെന്ന് പറയാൻ പറ്റില്ല. കിട്ടിയാൽ കുടിക്കാം, അങ്ങനെ ഒരു ഇതിലാണ്. പിന്നെ ഒട്ടും പറ്റാതെ ആകുമ്പം, അത്രയും വോമിറ്റ് ചെയ്ത് മടുത്ത് ചത്തുകുത്തി ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് ചോദിച്ചേ പറ്റുള്ളൂ. എനിക്ക് എന്താ പറയുക, കൊണ്ടുതരുമോ അല്ലെ വാങ്ങിത്തരുമോ എന്ന് ചോദിച്ചേ പറ്റുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു വഴിയിൽ അത് എത്തിക്കും. അല്ലാതെ നമുക്ക് എന്താ പറയുക, നമ്മുടെ പാർട്ട്ണറിനോട് നമുക്ക് ആ കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന പോലെ, എനിക്ക് വേണമെന്ന് പറയുന്ന പോലെ വേറൊരാളോട് നമുക്ക് വേണം തോന്നുമ്പോഴൊക്കെ നമുക്ക് വേണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. അപ്പം ആ ഒരു അതങ്ങനെ പോകുന്നു. അങ്ങനെയാണ് എൻ്റെ പ്രഗ്നൻസി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. സമയങ്ങളിൽ കാണിക്കേണ്ട സമയത്ത് ഡോക്ടറെ കാണിക്കുന്നു, അമ്മ കൂടെ വരും, ഞങ്ങൾ രണ്ടുകൂടി പോയി കാണിക്കും. വേറെ ഹെൽത്ത് വൈസ് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊന്നും ഇല്ല, ഓക്കെയാണ്. അങ്ങനെ ഇത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജിൽ നിന്നായിരുന്നു എൻ്റെ ഡെലിവറി ഉണ്ടായിരുന്നത്. അവിടെ സൂരജ് ഡോക്ടറെയാണ് കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഡെലിവറി സമയത്ത് നമ്മൾ കൺസൾട്ട് ചെയ്ത ഡോക്ടറൊന്നും അല്ല കേട്ടോ നമ്മുടെ കൂടെ ഉണ്ടാവുക. അന്ന് ആ ഡേയിൽ അവൈലബിൾ ആയിട്ടുള്ളവരാണോ അവരാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പേ വാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അവർ എൻ്റെ ഡേറ്റ് അല്ല, അതിൻ്റെ
മുൻപേ എന്നോട് അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് കുറച്ച് ഷുഗർ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, അതിന് മുൻപേ അഡ്മിറ്റ് ആവണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുന്നേ തന്നെ ഡോക്ടർ പറഞ്ഞ മുന്നേ ഡേറ്റിന് മുൻപേ തന്നെ പോയി അഡ്മിറ്റായി. ആൻഡ് അഡ്മിറ്റ് ആയതിന് ശേഷം അഡ്മിറ്റ് ആയതിൻ്റെ പിറ്റേന്ന് മറ്റേ ഇതില്ലേ പെയിൻ ഇൻഡ്യൂസ് ആവാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻ തന്നു. അന്ന് എനിക്ക് പെയിൻ വന്നില്ല. നമ്മൾ പിറ്റേന്ന് വീണ്ടും മെഡിസിൻ പിറ്റേന്ന് മെഡിസിൻ ഇല്ല, ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ മെഡിസിൻ തരാം. അപ്പോൾ ഒരു ഡേ കഴിഞ്ഞിട്ട് അടുത്ത ഡേയിലാണ് പിന്നെ നെക്സ്റ്റ് മെഡിസിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും മെഡിസിൻ തന്നു. അന്നാണെങ്കിലും എനിക്ക് പകലൊന്നും പെയിനൊന്നും ഇല്ല കേട്ടോ. അന്ന് പക്ഷേ എന്ത് സംഭവിച്ചാൽ രാത്രി കിടന്നുറങ്ങി ഏതാണ്ട് ഒരു വെളുപ്പല്ല ഒരു പുലർച്ചെ ഏതാണ്ട് ഒരു മണി 2 മണി ആ സമയത്ത് ഞാൻ വാഷ്റൂം പോകാൻ വേണ്ടിയിട്ട് എണീറ്റതാണ്. വാഷ്റൂമിലൊക്കെ പോയി വന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു തോന്നൽ ബേബി അനങ്ങുന്നില്ല എന്ന്. സത്യം പറഞ്ഞാൽ നമ്മൾ ഉറക്കത്തിൽ എണീറ്റ് വന്നു കഴിഞ്ഞാൽ ബേബി എങ്ങനെ അനങ്ങന? പക്ഷെ അന്നത് ചിന്തിക്കാനുള്ള ബോധമോ ബുദ്ധിയോ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ പേടിച്ചു. കാരണം ഓൾറെഡി പെയിൻ വരാനുള്ള മെഡിസിൻ കഴിച്ചിട്ടാണല്ലോ ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ബേബി മൂവ്മെൻറ്റ് എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ അത് ഇമ്മീഡിയറ്റായിട്ട് പറയണമല്ലോ, അതായിരുന്നു ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് എല്ലാവരും കിടന്നുറങ്ങുന്ന സമയം ആലോചിക്കണം. ഏതാണ്ട് 1 മണി 2 മണി സമയത്ത് പിന്നെ നേരെ പേവാടി തന്നെ അവിടെ ഒരു നഴ്സിംഗ് റൂമുണ്ട്. അവിടെ പോയിട്ട് അവിടുത്തെ സ്റ്റാഫിൻ്റെ അടുത്ത് ഞങ്ങൾ വിവരം പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് ലേബർ റൂമിൽ പോയി. ലേബർ റൂമിൽ പോയപ്പം അവിടെ ഒരുപാട് ആളുകൾ പേഷ്യൻസ് അല്ല പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് ആ ലേബർ റൂമിൽ. ഒരു സൈഡിൽ നിന്ന് കരച്ചിലുണ്ട്, എല്ലാം ഉണ്ട്. എൻ്റെ ഒന്നാമതേ ധൈര്യമില്ല, പേടിയാണ്. അതിൻ്റെ പുറത്ത് ഞാൻ കുറച്ചെങ്കിലും ധൈര്യം സംഭരിച്ച് വെച്ചത് മൊത്തത്തിൽ ആ ലേബർ റൂമിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴത്തേനും എൻ്റെ കയ്യിൽ നിന്ന് ചോർന്നു പോയി. സത്യം പറയാലോ, അത്രയും ഞാൻ പേടിച്ചു. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് അവിടെ നിന്ന് ഓടിപ്പോകാൻ പോലും പറ്റില്ല. ഇനി എന്ത് ചെയ്താലും ഡെലിവറി കഴിഞ്ഞിട്ടല്ലാതെ എനിക്കൊരു രക്ഷപ്പെടലില്ല. അങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് എനിക്ക് വേദന ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു പക്ഷേ ആ വേദന സഹിക്കുന്നതിന് പുറത്ത് ബാക്കിയൊന്നും ചിന്തിക്കാനോ അല്ലെങ്കിൽ കേൾക്കാനോ ഉള്ളൊരു ഇതുണ്ടാവില്ല. പക്ഷെ എനിക്ക് വേദന സ്റ്റാർട്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് ലേബർ റൂമിൽ വെച്ചിട്ട് അവർ നമ്മുടെ ബേബിയുടെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുമല്ലോ. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ഒന്നും കുഴപ്പമില്ല, നോർമലാണ്. എൻ്റെ BP അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോർമലാണ്. ദെൻ എന്നോട് പറഞ്ഞു ഇനിയിപ്പോൾ ബേബിയുടെ മൂവ്മെൻറ്റ് കിട്ടുന്ന സമയം തൊട്ട് അത് കൗണ്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ എൻ്റെ തന്നു. ആൻഡ് അവിടെ വെയിറ്റ് ചെയ്തോളാനും പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്യാം. ഞാൻ അവിടെ ഇരിക്കുമ്പോഴും എൻ്റെ പ്രതീക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ ഈ ചെക്കപ്പ് ചെയ്തപ്പം ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ നോർമലാണല്ലോ, എനിക്ക് പെയിൻ വന്നിട്ടില്ലല്ലോ. അപ്പോൾ അവരെന്നെ തിരിച്ച് പറഞ്ഞയക്കും വാർഡിലേക്ക്. പെയിൻ വരുമ്പോൾ വന്നാൽ മതിയെന്ന് പറയും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ അവിടെ ഇരിക്കുന്നത് കേട്ടോ. പക്ഷേ അവരെന്നെ പറഞ്ഞു വിട്ടില്ല. അങ്ങനെ നേരെ വെളുക്കോളം ഏതാണ്ട് ഒരു 6 ആ സമയം വരെ അങ്ങനെ ലേബർ റൂമിൽ തന്നെയാണ് ഉള്ളത് കേട്ടോ. ഞാൻ എന്നിട്ടും എൻ്റെ പ്രതീക്ഷയാണ് കുഴപ്പമില്ല, ഒത്തിരി നേരം വെളുത്താലും വേണ്ടിയില്ല, അവരെന്നെ പറഞ്ഞു വിടും. എനിക്ക് വേദന വന്നിട്ടില്ലല്ലോ, വാർഡിലേക്ക് പറഞ്ഞു വിടുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായിരുന്നു. കാരണം എന്നോട് വന്നിട്ട് പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് വാർഡിലേക്ക് പോയാൽ മതി. കാരണം ഓൾറെഡി ഇപ്പം പെയിൻ വരാനുള്ള മരുന്നൊക്കെ എടുത്തിട്ട് ഇരിക്കുമല്ലേ, അപ്പോൾ എന്തെങ്കിലും പെയിൻ വരും. ഇനിയിപ്പോൾ താൻ വാർഡിൽ പോയി പിന്നെ തിരിച്ചിങ്ങോട്ട് വന്ന് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം, ഇനി വാർഡിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞു. തീർന്നില്ലേ? പിന്നെ എനിക്ക് അവിടെ ഒരു സമാധാനമില്ല, എനിക്ക് പ്രതിയില്ല. എനിക്ക് പെയിൻ വന്നിട്ടില്ല, അതാണ് എൻ്റെ മെയിൻ പ്രശ്നം. പെയിൻ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ പെയിൻ ഉണ്ടല്ലോ എന്ന് കരുതെങ്കിൽ ഇരിക്കാമല്ലോ. എനിക്ക് പെയിൻ വന്നിട്ടില്ല, എന്നെ വാർഡിലേക്ക് വിടില്ല എന്നും പറഞ്ഞു. പിന്നെ രക്ഷയില്ല, അവിടെ ഇരിക്കുക തന്നെ. എന്തായാലും അവർ എന്നെ ഡെലിവറി ആക്കിയതിന് ശേഷമേ വാർഡിലേക്ക് വിടുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവർ അവരുടേതായ നെക്സ്റ്റ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തു. എൻ്റെ വാട്ടർ ബ്രേക്ക് ചെയ്തു. ഇതൊക്കെ പറയുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും. പക്ഷെ ആ സമയത്ത് ഞാനിതൊക്കെ ഈ ധൈര്യമില്ലാത്ത ഞാനാണോ ഇതെല്ലാം ഫേസ് ചെയ്തതെന്ന് ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് അത്ഭുതമാണ്. ആ സമയത്ത് എങ്ങനെയാണ് അതെല്ലാം ഞാൻ ഗോ ത്രൂ ചെയ്തതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ വിളിക്കാത്ത ദൈവങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് എന്താ വെച്ചാൽ
വേറെ ഓപ്ഷനൊന്നും ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ എന്താ പറയുക, വിശ്വാസം എല്ലാം കൂടി ഒരു ശക്തിയിൽ അങ്ങോട്ട് അർപ്പിച്ചിട്ട് എന്തും വരട്ടെ എന്നുള്ളൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന ആ ഒരു ഇത് വരും. അതായിരുന്നു ഞാൻ ചെയ്തത്. എന്തായാലും ശരി, ഇപ്പം എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് എന്നുള്ള രീതിയിൽ. എനിക്ക് അത്രയും പേടിയുണ്ട്. ഞാൻ ഒന്നാമതൊരു പേടിത്തൊണ്ടിയാണ് ഞാൻ. അങ്ങനെ വാട്ടർ ബ്രേക്ക് ചെയ്യാണ്. വാട്ടർ ബ്രേക്ക് ചെയ്യുന്നതൊക്കെ പറയുമ്പോൾ എളുപ്പമാണെങ്കിലും അത്ര ഈസി പ്രൊസീജിയറല്ല. PV തന്നെ പേടിയാണ് എനിക്ക്. എൻ്റെയാണ് വാട്ടർ ബ്രേക്ക് ചെയ്യുന്നത് ആലോചിച്ച് നോക്കണം. അതും എനിക്ക് ഈ ചെക്കപ്പിൻ്റെ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഒന്നും എനിക്ക് PV ചെയ്തിട്ടില്ല. എന്നെ ഫസ്റ്റ് ടൈം PV ചെയ്ത് ഞാൻ ലേബർ റൂമിൽ കയറിയതിന് ശേഷമാണ്. അപ്പം ഫസ്റ്റ് PV ചെയ്തു, അതിൻ്റെ പേടി. അത് കഴിഞ്ഞ് പിന്നെ വാട്ടർ ബ്രേക്ക് ചെയ്തു. പിന്നെ അതല്ലാതെ പെയിൻ വരാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് കാര്യങ്ങളൊക്കെ എൻ്റെ ദേഹത്ത് കയറ്റിയിട്ടുണ്ട്. ആൻഡ് ഞങ്ങൾ പെയിൻ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഈ പെയിൻ വരാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ പലരും വരുന്നുണ്ട്. ഓൾറെഡി വന്നവരിൽ പലരും പെയിനായിട്ട് കരയുന്നുണ്ട്. ഡെലിവറി ആവുന്നവരുണ്ട്. ഇനി നോർമൽ ഡെലിവറി നടക്കില്ല എന്ന് പറഞ്ഞിട്ട് സിസേറിയനെ റെഫർ ചെയ്തിട്ട് പോകുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനതെല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എനിക്ക് പെയിൻ വന്നിട്ടില്ല. ഞാൻ പെയിൻ വരാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ്. അപ്പോൾ മെഡിക്കൽ കോളേജിൽ നമ്മുടെ കൂടെ നമ്മുടെ അമ്മയോ ആരെയും വെച്ചാൽ നമുക്കൊരാളെയും കൂടി കൂടെ നിർത്താൻ പറ്റും. എൻ്റെ കൂടെ എൻ്റെ അമ്മയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അമ്മയ്ക്കും ഇതൊക്കെ തന്നെ കാണാൻ പറ്റും. എൻ്റെ കൂടെ അവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് സോളിഡ് ഫുഡായിട്ടൊന്നും കഴിക്കാൻ തരാൻ പെർമിഷൻ പറഞ്ഞിട്ടില്ല. എനിക്കൊരു കട്ടൻ ചായയും ബ്രെഡോ അങ്ങനെ എന്തുമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ അതേ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറി കഴിക്കാനോ കുടിക്കാനോ ഒന്നും തോന്നില്ല, അത് വേറെ കാര്യം. എന്നാലും കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കിട്ടിയതെന്നാണ് അത് കഴിക്കാം. അങ്ങനെ വെളുപ്പം കാലത്ത് ഒരു 2 മണിക്ക് ലേബർ റൂമിൽ കയറി ഞാൻ വേദന വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് വൈകിട്ടൊരു 3 മണിയായിട്ടും എനിക്ക് വേദന വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ കൂടെ തന്നെ അഡ്മിറ്റായിട്ടുള്ള എൻ്റെ ഒരു വാർഡിൽ കൂടെ ഉണ്ടായിരുന്നൊരു പുള്ളിക്കാരിയുണ്ട്, ഒരു കൊച്ച്. എനിക്ക് അവൾക്കൊക്കെ ഈ പെയിൻ വരാനുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ സെയിം രീതിയിലാണ് ഫോളോ ചെയ്തത്. അപ്പം അവൾക്ക് പെയിൻ വന്നിട്ട് അവളെ അപ്പം 3 മണി സമയം, അല്ല 3 മണിയല്ല, അതിന് മുൻപേ 3 മണിക്ക് മുൻപായിട്ട്, കുറച്ച് മുൻപായിട്ട് ഉച്ചയ്ക്ക് എന്തുവാണ് ലേബർ റൂമിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോഴാണ് വേദന വന്നിട്ട് അവളെ ലേബർ റൂമിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ അപ്പോഴും അവിടെ വേദന വരാതെ കിടക്കുകയാണെന്ന് ആലോചിക്കണം. അങ്ങനെ ഇവിടെ കൊണ്ടുവന്നു. വരുമ്പോഴേ ഒരു പെയിനുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവളുടെ പെയിൻ കുറച്ചുകൂടി ഇൻറ്റൻസിറ്റി കൂടി. അങ്ങനെ ഇൻറ്റൻസിറ്റി കൂടി. പിന്നെ നെക്സ്റ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ ഡെലിവറി ആയി. നമുക്ക് ബേബി വന്നു. അവളെ തിരിച്ച് കൊണ്ടുപോവുകയും ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കണം. ലേബർ റൂമിലേക്ക് വരുന്നു, ഒരു കണ്ണവർ പോലും എടുത്തിട്ടുണ്ടാവില്ല. അവളെ ഡെലിവറി ആവുന്നു, അവളെ തിരിച്ചു പോകുന്നു. ഞാനപ്പോഴും അവിടെ വേദന വരാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ്. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ കുറേ ചിന്തകൾ കടന്നുപോയി. എന്ന് വെച്ചാൽ എനിക്കിനി വേദന വരില്ലേ, ഇനി സിസേറിയൻ വേണ്ടി വരുമോ, അതുകൊണ്ടാണോ എനിക്കിനി വേദന വരാത്തത്, ഞാൻ അങ്ങനെയൊക്കെ ഓരോന്ന് ചിന്തിക്കാൻ തുടങ്ങി കേട്ടോ. പക്ഷെ അവിടെയുള്ള ഡോക്ടേഴ്സായാലും നേഴ്സായാലും എല്ലാവരും ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. എന്നെ ഇന്ന് പ്രസവിപ്പിക്കും, ഞാൻ പ്രസവിച്ചോളും, അങ്ങനെയായിരുന്നു അവരുടെ ഒരു സംസാരം എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് അറിയില്ല. അവരും ഇങ്ങനെ ഒരുപാട് പേരെ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ, അത് വെച്ചായിരിക്കും അവർ പറഞ്ഞത്. അങ്ങനെ ഞാൻ ഈ വെളുപ്പിനെ വന്നപ്പോൾ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നേ, എൻ്റെ ഡീറ്റെയിൽസൊക്കെ എഴുതി വാങ്ങിയൊരു ഡോക്ടർ. അവർ ഏതാണ്ട് രാവിലെ 8 മണിയാവും ഇങ്ങനെ എന്തോ ടൈം ആയപ്പം ഷിഫ്റ്റ് കഴിഞ്ഞവർ പോയതാണ്. എന്നിട്ട് അവരുടെ നെക്സ്റ്റ് ഷിഫ്റ്റായിട്ട് വൈകുന്നേരം അവർ വീണ്ടും ഡ്യൂട്ടിയിൽ കയറി. ഏതാണ്ട് 6 മണിയോ അങ്ങനെ എന്തോ ഒരു സമയത്ത്. അപ്പോഴും ഞാൻ അവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് എന്നെ കണ്ടപ്പോൾ എന്നോട് ചോദിക്കുക കേട്ടോ, നീ ഇതുവരെ പോയില്ലേ, വെളുപ്പിനെങ്ങാനും വന്നിട്ട് ഇതുവരെ പോയില്ലേ എന്ന് അവിടെ തമാശയായിട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പോയില്ല, ഇതിനിപ്പോൾ എപ്പോൾ പോകാമെന്ന് അറിയില്ല എന്നുള്ളത്. അപ്പോൾ എന്നോട് പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, സമയമുണ്ട്, പെയിനൊക്കെ വന്നോളും, പിന്നെ പ്രസവിപ്പിച്ചിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ, അങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോഴും അവർ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ ഇപ്പോൾ പെയിൻ വന്നില്ലെങ്കിൽ ഞാൻ സിസേറിയൻ ചെയ്യേണ്ടി വരുമോ, ആ ഒരു തോട്ട് എൻ്റെ മൈൻഡിൽ ഓൾറെഡി അപ്പോഴത്തേക്കും കയറിയിട്ടുണ്ട്. ഞാനങ്ങനെ വേദനയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതൊക്കെ സ്റ്റേബിളായിട്ടുള്ളതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ പെയിൻ വരാൻ വേണ്ടി വെയിറ്റിംഗ് തന്നെയാണ്. അങ്ങനെ ഇടയ്ക്ക് ഡോക്ടർ വന്ന് എന്നോട് ചോദിക്കുന്നുണ്ട് പെയിൻ ഉണ്ടോ, പെയിൻ വരുന്നുണ്ടോ എന്നൊക്കെ. എനിക്ക് അവർ ചോദിക്കുമ്പോഴും എനിക്ക് പെയിനൊന്നുമില്ല. അങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഒരു മിന്നൽ പോലെ ഒരു പെയിൻ വന്നു. മിന്നൽ പോലെ പറയാൻ കാരണം ശരിക്കും അതെ, നമ്മൾ മിന്നൽ കണ്ടിട്ടില്ല, ഇങ്ങനെ മിന്നൽ ഒരു പോകുക അതുപോലെ ഒരു ഒറ്റ വേദന, ഒരൊറ്റ ഇത്
എൻ്റെ അങ്ങനെ ഈ നമ്മുടെ വയറ്റിൻ്റെ അതിലൂടെ. അങ്ങനെ അത് വേദന തന്നെയാണോ അല്ലെങ്കിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നതിന് മുൻപേ അത് വിരൽ പോലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ അത് വേദനയാണോ അല്ലയോ അന്നൊക്കെ ഞാൻ ചിന്തിച്ചിരിക്കുമ്പം അടുത്തത് ഇതുപോലൊരു ഇത് വന്നു. അപ്പോൾ എനിക്ക് തോന്നി വേദന തന്നെയാണ്. നമ്മൾ അത്യാവശ്യം വീഡിയോസൊക്കെ കണ്ട് അതിൽ നിന്ന് ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കോൺട്രാക്ഷൻസ് ഉണ്ട്, പെയിൻ ഉണ്ട്, അങ്ങനെ കോൺട്രാക്ഷൻസിൻ്റെ ആദ്യം ഒരു നല്ല ഡ്യൂറേഷനിൽ വിട്ടാണ് വരിക, പിന്നെ അത് ഡ്യൂറേഷൻ കുറഞ്ഞു വരും, അങ്ങനെയാണ് ലാസ്റ്റ് ഡെലിവറി ആവാന്നൊക്കെ. അപ്പോൾ എൻ്റെ കേസിലും അതെ, ആദ്യം പെയിൻ എന്ത് ചെയ്തു വന്നിട്ട് പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് അടുത്ത പെയിൻ വരുന്നത്. പെയിൻ ചെറുതായിട്ട് സ്റ്റാർട്ടായപ്പോൾ എനിക്കൊരു സമാധാനമായി. പെയിൻ വന്നല്ലോ, ഇത്രയും നേരം ഞാൻ പെയിൻ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ദെൻ പെയിൻ വന്നല്ലോ, ഇനി ആ പെയിൻ സഹിക്കുക എന്നുള്ളതാണ് എൻ്റെ അടുത്ത ഇതെന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ അമ്മയാണല്ലോ കൂടെയുള്ളത്. അപ്പോൾ എനിക്കിങ്ങനെ ഒഴിഞ്ഞു തരാൻ പറഞ്ഞ്, അപ്പോൾ അങ്ങനെ തടവി തരുമ്പോൾ ഒരു സമാധാനമുണ്ട്. അങ്ങനെ പെയിൻ ഇങ്ങനെ വരുന്നു പോകുന്നു, ആ ഇൻറ്റൻസിറ്റി ഇങ്ങനെ കൂടി വരുന്നു. ചെറുതായിട്ടൊക്കെ ഞാനിങ്ങനെ കരയുന്നുണ്ട്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, പെയിൻ വന്നല്ലേ, ഇപ്പോൾ എന്താ പറയുക, സമാധാനമായില്ലേ, ഇതുവരെ പെയിൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ ഇരുന്നത്, ഇപ്പോൾ പെയിൻ വന്നില്ലേ, സമാധാനമായില്ലേ എന്നൊക്കെ ചോദിച്ചു. ഈ അടിവയറ്റിലൊക്കെ അങ്ങനെ ഭയങ്കര ഒരു പെയിൻ, അവിടേക്ക് എന്തോ ഇങ്ങനെ ഇറങ്ങി വരുന്നത് പോലത്തെ ഒരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ അത് ഡോക്ടറെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ എന്നാൽ നമുക്ക് ലേബർ റൂമിലേക്ക്, കറക്റ്റ് ലേബർ നടക്കുന്ന റൂമിലേക്ക് മാറിക്കിടക്കാം എന്ന് പറഞ്ഞു. 2 റൂമായിട്ടാണ് ഉള്ളത്. അവരെന്തോ സ്റ്റേജ് 1 സ്റ്റേജ് 2 അങ്ങനെ എന്തോ ഇരുന്നതിനെ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ ഡെലിവറി ആവുന്നത് മറ്റേ റൂമിൽ വെച്ചിട്ടാണ്. പെയിൻ വരുന്നോടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് ഇപ്പറയുള്ള റൂമിലാണ്. അപ്പോൾ ഇവിടുന്ന് എന്നോട് അങ്ങോട്ട് മാറിക്കിടക്കാൻ പറഞ്ഞു. അതിനിടയ്ക്ക് എനിക്ക് എനിമ എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഡെലിവറി നടക്കുന്ന ആ ആക്ച്വൽ റൂമിൽ എത്തി. എനിക്ക് പെയിൻ നന്നായി വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഞാനിങ്ങനെ ചെറുതായിട്ട് കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, കരഞ്ഞും കാലിന് നീ വെറുതെ എനർജി കളയണ്ട, വെളുപ്പിനെ എങ്ങാനും ലേബർ റൂമിൽ കയറിയതാണ്, മര്യാദയ്ക്ക് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ എൻ്റെ എനർജി വളരെ ലോ ആണ്. അത് ആ ഡോക്ടറിനും ഞാൻ പറഞ്ഞല്ലോ രാവിലെ കണ്ടു എന്ന് പറഞ്ഞ ആ ഡോക്ടറില്ലേ, ആ ഡോക്ടറൊക്കെ ഉണ്ട്. എന്നോട് പറഞ്ഞു, ഇനി കരയും കൂടി ചെയ്താൽ നിനക്ക് ഒട്ടും എനർജി ഉണ്ടാവില്ല, അതുകൊണ്ട് കരയണ്ട, എന്ത് ചെയ്യാം, ഈ കോൺട്രാക്ഷൻസ് വരുന്ന സമയത്ത് നീ നന്നായിട്ട് പുഷ് ചെയ്യണം, അല്ലാത്തപ്പോൾ ഒന്നും പുഷ് ചെയ്യണ്ട. കോൺട്രാക്ഷൻ വരുമ്പോൾ നിനക്ക് ആ പെയിൻ വരുമല്ലോ, അപ്പോഴാണ് ശരിക്കും കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നീ പുഷ് ചെയ്താൽ മതി. അതുവരെ നീ ഇങ്ങനെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് അവിടെ കിടന്നു, ഒന്നുമില്ല, പേടിക്കാനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ചുറ്റിലും അത്രയും ഡോക്ടേഴ്സും നേഴ്സും നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 10 പേര് എന്തെങ്കിലും മിനിമം ഉണ്ടാവും. ആ സമയത്ത് ബേബി ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ബേബിയുടെ ഹെഡ് പൊസിഷൻ മേലേക്കായി മാറിയിട്ട്, ബേബി തിരിഞ്ഞ് മേലേക്കാണ് ഇപ്പോൾ കിടക്കുന്നത്. അത് തിരിഞ്ഞ് ഹെഡ് ഡൗൺ ആയി വരണം, എന്നാലേ നമുക്ക് ഡെലിവറി ആക്കി എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നീ ടെൻഷനാവൊന്നും വേണ്ട, നമുക്ക് വെയിറ്റ് ചെയ്യാം, ബേബി തിരിഞ്ഞ് വന്നോളും, പേടിക്കൊന്നും വേണ്ട, അങ്ങനെ പറഞ്ഞു കേട്ടോ. പക്ഷേ എനിക്ക് ആ ഹെഡ് മുകളിലാന്നുള്ള സംഭവം കേട്ടപ്പോഴേ എൻ്റെ മൈൻഡിൽ പിന്നെയും ടെൻഷനായി. ദൈവമേ, ഞാൻ ഈ വേദനയും സഹിച്ചു, ഈ സമയം വരെ ലേബർ റൂമിലൊന്നും ഇനി എന്നെ എന്താ പറയുക സിസേറിയന് വേണ്ടിയിട്ട് പോകേണ്ടി വരുമോ? കാരണം കൊച്ചിൻ്റെ ബേബി ഹെഡ് തിരിഞ്ഞ് താഴേക്ക് വന്നാലേ നോർമൽ ഡെലിവറി നടക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ ബേബി ആ സമയത്തേക്ക് തിരിഞ്ഞ് മേലേക്ക് പോയി. അതുവരെ എൻ്റെ ലാസ്റ്റ് സ്കാനിങ്ങിൽ വരെ ബേബി സിഫാലിക് പൊസിഷൻ ഹെഡ് ഡൗൺ ആയിട്ട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ആ നിമിഷത്തിൽ ഞാൻ ആലോചിച്ചു, ദൈവമേ എന്നെ ഇപ്പോൾ സിസേറിയന് പറഞ്ഞ് വിടുമോ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ എന്തോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ബേബി തിരിഞ്ഞ് വന്നു. എൻ്റെ അവിടെ നിന്ന് എല്ലാ ഡോക്ടേഴ്സായാലും നേഴ്സായാലും ശരി, എല്ലാവരും എനിക്ക് സപ്പോർട്ടീവായിരുന്നു. പിന്നെ എനിക്കൊരു അനുഗ്രഹം ഉണ്ടായത്, ആ ലേബർ റൂമിൽ ആ സമയത്ത് ഡെലിവറി നടത്താൻ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരെല്ലാവരും തന്നെ എൻ്റെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്, ശ്രദ്ധിക്കാനായാലും ശരി. പിന്നെ എനിക്കാണെങ്കിൽ വേറെ ആരെങ്കിലും കണ്ടിട്ട് ടെൻഷൻ ആവേണ്ടിയും ഇല്ല. അങ്ങനെ ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. നമ്മൾ ലേബർ റൂമിൽ കയറി വേറൊരാളെ ഡെലിവറി കണ്ടിട്ട് ഉള്ള കോൺഫിഡൻസ് പോയ ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ മാത്രമേ ആ സമയത്ത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. പുഷ് ചെയ്യാൻ പറയുന്ന സമയത്ത് ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് പുഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ കൊച്ചിറങ്ങി വരുന്നില്ല. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെയാണ് നീ പുഷ് ചെയ്യുന്നതെങ്കിൽ ഇത് ബുദ്ധിമുട്ടാവും, കാരണം നല്ലപോലെ പുഷ് ചെയ്യണം, എന്നാലേ ബേബി ഇറങ്ങി വരുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, എൻ്റെ മാക്സിമമാണ് ഞാൻ കൊടുത്തിട്ട് പുഷ് ചെയ്യുന്നത്, എന്നിട്ട് ബേബി ഇറങ്ങി വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇനി എനിക്ക് പുഷ് ചെയ്യാനുള്ള ആരോഗ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത് വെളുപ്പിനെ
ലേബർ റൂമിൽ കയറിയതാണ്. ഉള്ളതിൻ്റെ എനർജീൻ്റെ മാക്സിമം ഇട്ടിട്ട് ഞാൻ പുഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ കാര്യമില്ല, ഇങ്ങനെ പുഷ് ചെയ്താൽ പോരാന്നാണ് പറയുന്നത്. അപ്പം ഇനി ഞാൻ പുഷ് ചെയ്യല്ലാതെ വേറെ വഴിയില്ലല്ലോ. ഞാൻ ദൈവത്തിനോട് എന്തെങ്കിലും ഉള്ളിൽ ചോദിച്ചു പോയി, എൻ്റെ ദൈവമേ ഞാൻ എന്താ ചെയ്യാം, അങ്ങനെ ഞാൻ ദൈവത്തോട് ചോദിച്ചു പോയി എൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞാൻ ശരിക്കും പറയാം, ദൈവദൂതൻ എന്ന് പറയുന്നത് അതാണ്. അതായത് ഞാൻ പറഞ്ഞേ ഒരു ഡോക്ടർ രാവിലെ ഷിഫ്റ്റ്സിലുണ്ടായി മാറി പിന്നെ വൈകിട്ട് വന്നതെന്ന് പറഞ്ഞാൽ ആ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി എൻ്റെ ദേഹത്ത് കയറിയിരുന്നു. എൻ്റെ നെഞ്ചിൽ വയറിൻ്റെ അവിടെയായിട്ട് കയറി ഇരുന്നിട്ട് എന്നെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വയറിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്തു. ആ ഡോക്ടർ എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ്, ആ പുഷ് ചെയ്യുന്നതിന് ഡോക്ടർ എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ് അപ്പോൾ ആ ഡെലിവറി നടന്നത്. എൻ്റെ ഒറ്റൊരു എനർജിയിൽ എനിക്ക് പുഷ് ചെയ്തിട്ട് നടക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഡോക്ടറും കൂടി ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ലാസ്റ്റ് ഞാൻ ഡെലിവറി ആയി. രാത്രി 9:30 എൻ്റെ ഡെലിവറി ആയത്. മോനാണെന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക, എൻ്റെ ബോധം പോകുന്ന പോലെയുണ്ട്. കാരണം തളർന്നല്ലോ, അത്രയും തളർന്നു. പക്ഷെ അവരെന്ത് ചെയ്യും, ഡെലിവറി ആയ ഉടനെ തന്നെ കുഞ്ഞിനെ നമ്മൾ നെഞ്ചത്ത് വെച്ച് തരും. കൊച്ചു കരയണം, പിന്നെ അമ്മയുടെ ചൂട് പറ്റണം. ആ ഒരു ഇതിൽ കൊച്ചിനെ നമ്മൾ നെഞ്ചത്ത് വെച്ച് തരും. അപ്പോൾ ആ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നേരം സഹിച്ച വേദനയൊക്കെ നമ്മൾ മറന്നു പോകും. ഇത് ഞാൻ മുൻപേ കേട്ടിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന അപ്പോഴാണ്. ഞാൻ അതുവരെ സഹിച്ച ആ വേദനയൊക്കെ ഞാൻ ആ മൊമെൻറ്റിൽ മറന്നുപോയി. എൻ്റെ മഹീനെ ഇങ്ങനെ നെഞ്ചിൽ വെച്ച് നോക്കും. അതൊരു ഭയങ്കര പ്രഷ്യസ് മൊമെൻ്റ് ആയിരുന്നു. ദെൻ അവർ ബേബിനെ കൊണ്ടുപോയി ക്ലീൻ ചെയ്യണം, പിന്നെ പുറത്ത് കാണിച്ചു കൊടുക്കുക വേണം. അവരതിനെ കൊണ്ടുപോയി, കുഞ്ഞിനെ കൊണ്ടുപോയി. ഇനിയാണ് അടുത്ത സ്റ്റെപ്പ്, അതാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. എപ്പിസോട്ടമീൻ്റെ സ്റ്റിച്ചുണ്ടല്ലോ, അതൊരു 1.5 സ്റ്റിച്ചായിരുന്നു. ഞാൻ ഡെലിവറിക്ക് വേണ്ടി ഞാൻ വിളിച്ച ദൈവങ്ങളെക്കാൾ കൂടുതൽ ആ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് എനിക്ക് അത്യാവശ്യം നല്ല വൂണ്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല സ്റ്റിച്ച് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കരയും സങ്കടപ്പെടുകയും ചെയ്തത് ഡെലിവറി പെയിനേക്കാൾ കൂടുതൽ ആ സ്റ്റിച്ചിൻ്റെ പെയിനായിരിക്കും. ആ സ്റ്റിച്ചിൻ്റെ പെയിൻ കൊണ്ട് എന്താ പറയുക, നമ്മൾ ഇനി വേണ്ട അല്ലെങ്കിൽ അങ്ങനെ ഇതായി പോയില്ലേ, അങ്ങനെ ആ ഒരു ഇത് ആ സമയത്താണ്. പിന്നെ സ്റ്റിച്ച് കഴിഞ്ഞു. ദെൻ ഞങ്ങളെ ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റി. അവിടെ ഞാനും മഹി ബേബിയും പിന്നെ എൻ്റെ അമ്മയായിരുന്നു. എനിക്കപ്പോഴും ഞാൻ അമ്മയായി അല്ലെങ്കിൽ ഞാൻ ഡെലിവറി കഴിഞ്ഞു അങ്ങനത്തെ ഒരു റിയലൈസേഷനൊന്നും വന്നിട്ടില്ല. ഞാൻ എന്താ പറയുക, ഇങ്ങനെ ഏതോ നൂൽപ്പാലത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു സ്റ്റേജിലായിരുന്നു ഞാൻ. ആ ഗോ ത്രൂ ചെയ്ത ലേബർ റൂമിലേക്ക് വന്നത് മുതൽ ഡെലിവറി ആവുന്നത് വരെ ഗോ ത്രൂ ചെയ്ത ആ ഒരു ഇതും എൻ്റെ പ്രഗ്നൻസി ജേണിയും ഇതെല്ലാം എൻ്റെ മനസ്സിലിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ആ ഒബ്സർവേഷൻ റൂമിൽ കിടക്കുമ്പോൾ എനിക്ക് ഉറക്കം വരുന്നേ ഉണ്ടായിരുന്നില്ല. എൻ്റെ അടുത്ത് തന്നെ കുഞ്ഞിനെ കിടത്തിയിട്ടുണ്ട്, കുഞ്ഞ് ഉറക്കമാണ്. ദെൻ എനിക്ക് അത്യാവശ്യം നല്ല സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കത്തീഡ്രൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എണീക്കൊന്നും വേണ്ട, അവിടെ കിടക്കാൻ തന്നെയാണ് പറഞ്ഞത്. വാഷ്റൂമൊന്നും യൂസ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ വെളുപ്പിനെയാണ് പിന്നെ ഒരു ഇവർ ചെക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത്. ഞാൻ അപ്പോഴും അവരോട് പറയുന്നത്, അയ്യോ ഇനി എനിക്ക് വേദന സഹിക്കാൻ വയ്യ. കാരണം ഇവർ വരുമ്പോഴേ എനിക്ക് പേടി, ഇവർ PV ചെയ്യാനാണ് വരുന്നതെന്ന് അറിയാം. അപ്പോൾ ഞാൻ പറയുന്നത്, അയ്യോ ഇനി എനിക്ക് വേദന സഹിക്കാൻ വയ്യ. എന്നോട് പറഞ്ഞു, ഇല്ല വേദന ഒന്നും ആക്കില്ല, നമ്മൾ ഈ കത്തീഡ്രൽ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അത് റിമൂവ് ചെയ്യണം, എന്നിട്ട് തന്നെ വാർഡിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. എൻ്റെ ഒരു കുഞ്ഞി സ്റ്റോറി എന്ന് പറയുന്നത്, ഒരു മദർഹുഡ് ഡെലിവറി പ്രഗ്നൻസി ജേണിയുടെ ഒരു കുഞ്ഞി സ്റ്റോറി എന്ന് പറയുന്നത് ഇതാണ്. ഇതെനിക്കൊരു മെമ്മറിയാണ്. ഇതിൽ എന്താ പറഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞ ആ ഒരു ഇമ്മീഡിയറ്റ് സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതെങ്കിൽ ഇതിൽ കുറച്ചും കൂടി ഇമോഷണൽ എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു, ഉറപ്പായിട്ടും ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്തിൻ്റെ ഇടയ്ക്ക് പലപ്പോഴും കരയുകയും ചെയ്തേനെ. കാരണം ഇപ്പോൾ ഏതാണ്ട് 2.5 വർഷമായി ഡെലിവറി കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആ മൊമെൻറ്റ്സ് എല്ലാം എൻ്റെ മെമ്മറിയിൽ നിന്ന് റീകളക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നത്. പലതും ഇതിനിടയ്ക്ക് ഞാൻ ചിലപ്പം മിസ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഇപ്പോൾ ഞാൻ കുറച്ചുകൂടി ഇമോഷണലി മെച്യൂർ ആൻഡ് സ്റ്റേബിളാണ് അന്നുള്ളതിനേക്കാൾ. അപ്പോൾ ആ സമയത്തായിരുന്നെങ്കിൽ കുറച്ച് വൾണറബിളാണ്. അങ്ങോട്ട് എൻ്റെ മഹിയുമായിട്ടുള്ള ജേണി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. പേടി എന്ന് പറയുന്നൊരു സാധനമായിരുന്നു മുന്നിലുണ്ടായിരുന്നത്, ബാക്കിയെല്ലാം അതിൻ്റെ സൈഡിൽ കൂടി സംഭവിക്കുകയായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ആ ഒരു ഡെലിവറി ജേണി നടന്നതെന്ന് പറയുന്നത്. പക്ഷെ അത്രയും പേടിത്തോണ്ടെയായി ഞാൻ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്ന് പറയുമ്പോൾ എനിക്കതൊരു ക്രെഡിറ്റാണ്. ആ വേദനയെല്ലാം ഞാൻ സഹിച്ചു എന്ന് പറയുമ്പോൾ
അതും എനിക്ക് വലിയൊരു ഇതായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ എന്തായാലും ഇപ്പം എൻ്റെ മഹി ബേബിക്ക് ഏതാണ്ട് 2.5 വയസ്സായി. അവൻ ഇല്ലാതിരുന്ന അപ്പം ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നതിൻ്റെ മുൻപുണ്ടായിരുന്നൊരു ജീവിതം ഞങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത് എന്ന് ഞാനിപ്പോഴും ആലോചിക്കാറുണ്ട്. കാരണം അവൻ വന്നതിന് ശേഷം ലൈഫേ മാറി മറിഞ്ഞു. കുറച്ചുകൂടി മീനിങ് ഫുൾ അല്ലെങ്കിൽ ലൈഫിനൊരു പർപ്പസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു. ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്, ഇവൻ വരുന്നതിന് മുൻപേ ഞാൻ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, എനിക്ക് എന്തായിരുന്നു ചെയ്യാനുണ്ടായിരുന്നത്, അങ്ങനെ ഞാൻ ചിന്തിക്കാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, കുറച്ചുകൂടി നേരത്തെ കല്യാണം കഴിക്കാമായിരുന്നു. കുറച്ചുകൂടി നേരത്തെ എനിക്ക് എൻ്റെ മഹിനെ അല്ലെങ്കിൽ ഇവിടെ ഞങ്ങളുടെ ലൈഫിലേക്ക് വെൽക്കം ചെയ്യായിരുന്നു. അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കുറച്ചുകൂടി നേരത്തെ ഒരു 5 കൊല്ലം മുന്നേ കല്യാണം കഴിക്കാമായിരുന്നു. അതിലും നേരത്തെ തന്നെ, അതായത് ഇതിലും നേരത്തെ തന്നെ എനിക്ക് ബേബീനെയും വെൽക്കം ചെയ്യാമായിരുന്നു. അങ്ങനെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. മഹി വന്നതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു തോട്ട് എപ്പോഴും വരാറുണ്ട്. ഞാൻ ഒരുപാട് ലേറ്റായി കല്യാണം കഴിച്ച ആളല്ല കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം പറഞ്ഞുകൊണ്ടേ, അതായത് ഈ പ്രഗ്നൻസിയിലും ഡെലിവറിയിലും ഒരു പെണ്ണിൻ്റെ കൂടെ നിൽക്കാത്തവരുണ്ടാവും, അവളെ ഉപദ്രവിച്ചവരുണ്ടാവും, വേദനിപ്പിച്ചവരുണ്ടാവും. അവരോടൊന്നും ആ പെണ്ണിന് ജീവിതകാലത്ത് പൊറുക്കാനോ ക്ഷമിക്കാനോ പറ്റില്ല. ഇതൊരു സംഭവം നിങ്ങളെ പലരും പലയിടത്തും കാണുകയും വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനും പറയാണ്, ഏറ്റവും കൂടുതൽ കെയറും സമാധാനവും സന്തോഷവും എല്ലാം കൊടുക്കേണ്ടതും അത് പെണ്ണിന് കിട്ടേണ്ടതും അവളുടെ ആ പ്രഗ്നൻസി ജേണിയിലാണ്. പ്രഗ്നൻസി ജേണിയിൽ, ഡെലിവറിയിൽ, പോസ്റ്റ്മോർട്ടം സമയത്ത്, ഈ ഒരു സമയത്താണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന കാര്യങ്ങൾ വേണ്ടത്. ഈ സമയത്ത് ഇതൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി അവരെ വിഷമിപ്പിക്കാതിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് വിഷമം വരുന്ന കാര്യങ്ങൾ ചെയ്യാതെ പറയാതെ ഇരിക്കുക, ഉപദ്രവിക്കാതിരിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്. അവളെ സപ്പോർട്ട് ചെയ്തവരെയും കെയർ ചെയ്തവരെയും തീർച്ചയായിട്ടും, എൻ്റെ കാര്യം പറയണേ, എന്നെ ആ സപ്പോർട്ട് ചെയ്തവരെയും എനിക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടമുള്ളൊരു മിഠായി ആയാൽ പോലും ഇഷ്ടം നോക്കി വാങ്ങി തന്നവരെയും ഞാൻ എന്നും ഓർക്കും. അതേ എന്തായാലും എൻ്റെ ഈ കുട്ടി സ്റ്റോറി, ഒരു ഡെലിവറി പ്രഗ്നൻസി ജേണി നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.